നമസ്കാരം. ദേവരാജശ്രീയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മുന്നേ ഒരു എപ്പിസോഡിൽ ബാബുക്കയുടെ ഒരു ഗാനം ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ ഒരു കഥ പറഞ്ഞിരുന്നു. അന്ന് പ്രേക്ഷകർ ആ എപ്പിസോഡ് ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും കൂടാതെ നമുക്ക് കുറേ കമൻസ് വന്നു, ഒരുപാട് കോൾസ് വന്നു. അപ്പോൾ കൂടുതൽ പേരും ചോദിച്ചത് മാസ്റ്ററും മറ്റ് സംഗീത സംവിധായകരും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നായിരുന്നു. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ളൊരു കഥയാണ് പറയുന്നത്. അപ്പോൾ കഥ പറയുന്നതിന് മുന്നേ നമുക്കൊരു പാട്ടിലൂടെ തന്നെ തുടങ്ങിക്കളയാം. കണ്ണാ കാർമുകിൽ വർണ്ണാ, നിന്നെ കാണാത്ത കണ്ണുകളുണ്ടോ, നിന്നെ കൈകൂപ്പുവാൻ, നിന്നെ സ്തുതി പാടുവാൻ എന്നെ കണ്ണാലെ വെറുക്കുന്നല്ലോ. കണ്ണാ കാർമുകിൽ വർണ്ണാ, നിന്നെ കാണാത്ത കണ്ണുകളുണ്ടോ. അപ്പോൾ ഈ പാട്ട് മാസ്റ്ററുടെ പാട്ടല്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ദേവരാജശ്രീയിൽ പാടിയത് എന്നല്ലേ? അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ആ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. അപ്പോൾ അത് നിങ്ങളോട് പറയാൻ എൻ്റെ ഇടവും വലവും ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ വന്നിട്ടുണ്ട്. മുഖവരിയൊന്നും ആവശ്യമില്ല, ശ്രീ മധുവും ശ്രീ പ്രകാശും. അപ്പോൾ നമുക്ക് അവരിലേക്ക് കടക്കാം. എന്താണ് ഈ കഥ എന്ന് നമുക്കറിയാം. പ്രകാശേ, ഈ ആതിര പാടിയ പാട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാനിത് ഈ സിനിമ തിരുവനന്തപുരത്തെ ന്യൂ തിയേറ്ററിലാണ് കണ്ടത്. 79-ലാണ് ഈ പടം റിലീസാകുന്നത്. സുബ്രഹ്മണ്യം മുതലാളുടെ തന്നെ നീല പ്രൊഡക്ഷൻസിൻ്റെ അദ്ദേഹം സംവിധാനം ചെയ്ത അവസാന ചിത്രങ്ങളിലൊന്നാണിത്. ഈ സിനിമ ഞാൻ കണ്ടപ്പോൾ ഇതിൻ്റെ ഞാൻ ടൈറ്റിൽ ശ്രദ്ധിക്കും, ആരൊക്കെ പിന്നിൽ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ സംഗീതം ജി ദേവരാജനും അതിൻ്റെ താഴെ 2-3 പാട്ട്, ഈ പാട്ടിൻ്റെ പേരെടുത്ത് കാണിച്ച് ബ്രാക്കറ്റിലിട്ടിരുന്ന് ആർ സുദർശനും വന്നു. അപ്പോൾ എനിക്കൊരു സംശയം, ഇത് എന്താണ് ഇങ്ങനെ? സാധാരണഗതി ഒരു പടത്തിലൊരു മ്യൂസിക് ഡയറക്ടറാണ്. ഇനി ആ സുദർശന മാസ്റ്റർ പിണങ്ങിപ്പോൾ ഇതിട്ട് വന്നതാണോ, ദേവരാജ മാസ്റ്റർ പിണങ്ങിപ്പോയിട്ട് സുദർശൻ തേപ്പിച്ചാണോ എന്നൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്ന് 79-ആണ്, എനിക്ക് ദേവരാജ മാസ്റ്റർ പരിചയമില്ല. പിന്നീട് ഞാൻ 90-ൽ ദേവരാജ മാസ്റ്റർ അടുത്ത് വരുന്നെങ്കിലും ഈ 50 ഇയേഴ്സിൻ്റെ തിരക്ക് മുതൽ ഒന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല, സ്ട്രോക്ക് വന്നു. പക്ഷേ പ്രകാശ് ഒരിക്കൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സംഗീത സംബന്ധമായ കാര്യങ്ങൾ ദേവരാജ മാസ്റ്ററോട് അങ്ങനെ അധികം സംസാരിച്ചിട്ടില്ല. പ്രകാശ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അത് പ്രകാശിൻ്റെ മാസ്റ്ററിൽ നിന്ന് കേട്ട കഥ ഒന്ന് പറയണം. ഈ 79-ൽ ഈ പാട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെയൊക്കെ പഴയ ഗാനമേള ഇതിനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അന്ന് സൂപ്പർ ഹിറ്റ് പാട്ടായിരുന്നു. പെട്ടെന്നാണ് ഈ പാട്ടങ്ങ് കയറി ഹിറ്റായത് മലയാളത്തിൽ. അതുവരെ ഈ പാട്ട് ആരും കേട്ടിട്ടില്ല. ഉഗ്രം പാട്ടായിട്ട് ഇനി വന്നേക്കുന്നത്. അപ്പോൾ ഇത് ആരാ സംഗീതം ചെയ്തപ്പോൾ സുദർശനം എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അന്ന് കണ്ടുപിടിച്ചത്. അത് ആരാണെന്നൊന്നും അറിയില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ദേവരാജ മാസ്റ്ററുടെ ദേവഗീതികളെന്നൊരു പുസ്തകം ഉണ്ടല്ലോ, അതിൻ്റെ രചന വേളയിൽ ഞാൻ ആ പാട്ടിൻ്റെയൊക്കെ ലിസ്റ്റ് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ നിറങ്ങളിൽ ഈ കണ്ണ എന്നുള്ള പാട്ട് വെക്കണ്ടെന്ന് മാസ്റ്റർ പറഞ്ഞെൻ്റെ കയ്യിൽ. കാര്യം വെച്ചാൽ അതിനകത്തുള്ള പാട്ടാണിത്. പക്ഷേ മാസ്റ്ററിൻ്റെ പാട്ടല്ല, സംഗീതം ചെയ്തത് ആർ സുദർശനം എന്നുള്ള തമിഴിലെ ഒരു വലിയ മ്യൂസിക് ഡയറക്ടറാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാട്ട് വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാസ്റ്റർ എങ്ങനെ അദ്ദേഹം ഇതിനകത്ത് വന്ന് പെട്ടു? മധുവിന് വന്ന അതേ സംശയം എനിക്ക് ഉണ്ടായി. ഈ സുദർശനൻ മാസ്റ്റർ എങ്ങനെ ഇതിനകത്ത് സംഗീതം ചെയ്തതെന്ന് ചോദിച്ചു. മാസ്റ്റർ പറഞ്ഞു, ഇത് 1963 ഇറങ്ങിയ ഒരു തമിഴ് നാനും ഒരു പെൺ എന്നൊരു ഫിലിമാണ്. അതിൽ സുശീലാമ്മ പാടിയ വളരെ പ്രശസ്തമായ ഒരു ഗാനമാണിത്. ആ ഗാനം, ആ കഥ സുബ്രഹ്മണ്യം മുതലാളി തിരിച്ച് ഈ ഹൃദയത്തിൻ്റെ നിറങ്ങളെന്ന് പറഞ്ഞ് റീമേക്ക് ചെയ്യുകയാണ് ചെയ്തത്, അവരുടെ നിന്ന് റൈറ്റ് വാങ്ങിയിട്ട്. ആ റീമേക്ക് ചെയ്യുമ്പോൾ സുബ്രഹ്മണ്യം മുതലാളി സ്വാഭാവികമായിട്ട് അതിൻ്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് ദേവരാജ മാസ്റ്ററിനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് സുബ്രഹ്മണ്യം മുതലാളി ദേവരാജ മാസ്റ്ററിനോട് പറഞ്ഞു, ഈ തമിഴിലെ ഇതേ ട്യൂണുള്ള തമിഴിലെ പാട്ടുണ്ട്, കണ്ണാ കരുമൈ നിറക്കണ്ണാ ഉന്നെ കാണാതെ കണ്ണില്ലേ ഉന്നെ മറപ്പാറില്ലേ കണ്ടു വെറുപ്പാറില്ലേ എന്നെ കണ്ടാലും പൊറുപ്പാറില്ലേ എന്ന് പറഞ്ഞ് ഒരു ഫേമസ്
പാട്ടുണ്ട്. സെയിം ട്യൂണാണ് ഇത്. അപ്പോൾ ആ തമിഴ് പാട്ടിനെ അതേപോലെ ആ ട്യൂൺ എടുത്തിട്ട് മലയാളത്തിലോട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യം മുതലാളി ദേവരാജ മാസ്റ്ററിനോട് പറഞ്ഞു, ഞാൻ ആ റൈറ്റ് വാങ്ങിയിട്ടുണ്ട്, നമുക്ക് ആ സോങ് നമുക്ക് തന്നെ അങ്ങ് റെക്കോർഡ് ചെയ്ത് ഇത് നമുക്ക് അങ്ങ് ഇറക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവരാജ മാസ്റ്റർ പറഞ്ഞു, ഇല്ല, അത് പാടില്ല. അദ്ദേഹം മ്യൂസിക് ഡയറക്ടർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. സുദർശന മാസ്റ്റർ എനിക്ക് ദേവരാജ മാസ്റ്ററിന് ആദ്യകാലത്തെ റെക്കോർഡിങ്ങിന് ഗാനങ്ങൾക്ക് ഓർക്കസ്ട്ര കൊടുത്തത് ഈ സുദർശന മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വലിയൊരു ഓർക്കസ്ട്ര ടീം ABM സ്റ്റുഡിയോയെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. അന്നത്തെ എല്ലാ സിനിമകൾക്കും ഈ ഓർക്കസ്ട്ര കൊടുക്കുന്നത് ABM സ്റ്റുഡിയോയിലുള്ള സുദർശന മാസ്റ്ററിൻ്റെ ട്രൂപ്പായിരുന്നു. അങ്ങനെ ദേവരാജ മാസ്റ്ററിൻ്റെ ആദ്യകാല നാടകങ്ങളിലും ആദ്യകാല സിനിമാ ഗാനങ്ങളിലും സുദർശന മാസ്റ്ററിൻ്റെ ഓർക്കസ്ട്രയാണ് പ്ലേ ചെയ്തതെന്ന് മാസ്റ്ററിനോട് പറഞ്ഞു. അപ്പോൾ ആ പരിചയം വെച്ചതുകൊണ്ട് മാസ്റ്റർ പറഞ്ഞു, ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ ചെയ്യില്ല, അതിന് ഞാൻ അദ്ദേഹത്തെ തന്നെ കൊണ്ടുവന്ന് ചെയ്യാം എന്ന് ദേവരാജ മാസ്റ്റർ സുബ്രഹ്മണ്യ മുതലാളിയോട് പറഞ്ഞു. എൻ്റെ ഒരു സംശയം പ്രകാശം, ഈ ഓർക്കസ്ട്ര കൊടുക്കുമെന്ന് പറയുമ്പോഴേ ABMൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു സുദർശന മാസ്റ്റർ. ABMൻ്റെ ഓർക്കസ്ട്ര ടീം സുദർശന മാസ്റ്ററാണ്. ABMൻ്റെ എല്ലാ സിനിമകളും സുദർശന മാസ്റ്ററിൻ്റെ ഓർക്കസ്ട്രയാണ്. സുദർശന മാസ്റ്റർ തന്നെ അതെല്ലാം കമ്പോസ് ചെയ്യുകയും അതിൻ്റെ ഓർക്കസ്ട്ര സ്വന്തമായിട്ടുണ്ട് പുള്ളിക്ക്. എന്നിട്ട് പുള്ളിയുടെ അനുജൻ പിന്നെ R ഗോവർദ്ധനം എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അദ്ദേഹമാണ് ഈ ഗാനങ്ങളൊക്കെ തെലുങ്കിലോട്ട് ഈ പടങ്ങൾ റീമേക്ക് ചെയ്യുമ്പോൾ അദ്ദേഹമാണ് അവിടെ പോയി സംഗീതം ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫാമിലി പരമായിട്ട് വളരെ സംഗീതത്തിൽ വലിയ ആൾക്കാരായിരുന്നു. മാസ്റ്ററിനോട് ഒരാൾ വായിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആരോ? അല്ല, ദേവരാജ മാസ്റ്ററിനടുത്ത് വായിച്ചത് ഈ സുദർശന മാസ്റ്ററിൻ്റെ മകൻ സദാനന്ദ് എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റ്. സദാ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ ദേവരാജ മാസ്റ്ററിൻ്റെ അടുത്ത് വായിച്ചിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമി, M.K. അർജുന എല്ലാവരുടെയും കൂടെ ഗിറ്റാർ വായിക്കുന്ന ഗിറ്റാറിസ്റ്റായിരുന്നു പുള്ളി. അദ്ദേഹം ഇപ്പോൾ ഇളയരാജയുടെ കൂടെയാണ് ഇപ്പോൾ അദ്ദേഹം വായിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അദ്ദേഹം ദേവരാജ മാസ്റ്റർ കൂടെ വായിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പാട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ദേവരാജ മാസ്റ്റർ എന്ന സുദർശൻ മാസ്റ്ററിൻ്റെ മകനെ വിളിച്ചു പറയുന്നു. അങ്ങനെ ഈ അച്ഛനെ കൊണ്ടുവന്ന് അവിടെ വെച്ച് റെക്കോർഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് ദേവരാജ മാസ്റ്റർ. സുബ്രഹ്മണ്യ മുതലാളിയുടെ സിനിമയ്ക്ക് വേണ്ടി സുദർശന മാസ്റ്ററിനെ ദേവരാജ മാസ്റ്റർ കൊണ്ടുവന്നു. ദേവരാജ മാസ്റ്ററിൻ്റെ ഓർക്കസ്ട്ര ഇതിൽ ബാക്കി 4 പാട്ടുണ്ടല്ലോ ഈ സിനിമയിൽ, ആ പാട്ടുകൾക്ക് വരുന്ന അതേ ഓർക്കസ്ട്ര വെച്ച് നല്ല വൃത്തിയായിട്ട് സുദർശന മാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ തന്നെ ദേവരാജ മാസ്റ്റർ റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയും അതിനുള്ള കൃത്യമായിട്ടുള്ള റെമ്യൂണറേഷനും സുദർശന മാസ്റ്റർ കൊടുത്തു എന്ന് മാസ്റ്റർ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഇത് കൊടുക്കുമ്പോൾ സുദർശന മാസ്റ്ററുടെ കണ്ണ് നിറഞ്ഞു എന്ന് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് വലിയൊരു മനസ്സിന് ഉടമയാണ് ദേവരാജ മാസ്റ്റർ. സുദർശൻ മാസ്റ്റർ അതുപോലെയാണ്. അങ്ങനെ അവരുടെ ബന്ധം വളരെ 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 എന്താ പറയുന്ന വാക്കുകളില്ല, വളരെ ദേവരാജ മാസ്റ്റർ ഒരു ഗുരുസ്ഥാനീയനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. സുദർശന മാസ്റ്റർ എന്നേ പറയത്തുള്ളൂ. അപ്പോഴേ ഈ കണ്ണാന്ന് പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞ പാട്ട് തമിഴിൽ അതേപടി ഇതേ ട്യൂണ് തന്നെയാണോ അതോ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടാണോ മലയാളത്തിലേക്ക് എടുത്തത് ട്യൂണില്? ഏകദേശം ഇതേ ട്യൂണാണ്. സുശീലാമ്മ തന്നെയാണ് രണ്ടും പാടിയിരിക്കുന്നത്. കണ്ണാ കരുണை உன்னை காணாத உன்னை மறுப்பாரில்லை கண்டு வெறுப்பாரில்லை என்னை கண்டாரை பொறுப்பாரில்லை കരുണை ഇതിന് തമ്പി സാർ അതേപോലെ മലയാളത്തിൽ വരികൾ എഴുതിയല്ലേ? അതെ അതെ അതെ. എനിക്ക് പിന്നെ തമിഴിനെക്കാളും ഇഷ്ടം മലയാളത്തിലെ വരികളാണ്. കാരണം ഞാനൊരു മലയാളി ആയതുകൊണ്ടായിരിക്കാം. കാരണം കാർമുകിൽ വന്ന നിന്നെ കാണാത്ത കണ്ണുകളുണ്ടോ, അതാണ് എനിക്ക് കൂടുതൽ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. മലയാളിയാകുമ്പോൾ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് അല്ലേ, നമുക്ക് അതായിരിക്കാം. പക്ഷേ ഇത് അസാധ്യ ട്യൂണാണ്. അതുകൊണ്ടാണ് ആ പാട്ട് ഇത്രയും ഹിറ്റായത്. സുദർശന മാസ്റ്ററിന്റെ ഈ സോങ് അല്ലാതെ മലയാളത്തിൽ വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ? പിന്നെ മലയാളത്തിൽ സുദർശന മാസ്റ്റർ നേരത്തെ 2 സിനിമ ചെയ്തിട്ടുണ്ട്. നല്ല ഉഗ്രം പാട്ടുള്ള ഒരെണ്ണം ഇത് ചിലപ്പോൾ അറിയായിരിക്കും. ഇന്ദുലേഖേ കേട്ടോ? കണ്ടിട്ട് ഒരു
ദേവരാജ മാസ്റ്റർ സ്റ്റൈലുണ്ട് ഈ പാട്ട്. ഞാൻ അങ്ങനെയാ കരുതിയത്. ഒരു പാട്ടും ഇതുപോലെ മനോഹരമായിട്ട് ഒരു പാട്ടുണ്ട്. ചിത്ര പൗർണമി രാത്രിയിൽ ഇന്നലെ ലജ്ജാവതിയായി വന്നവരെ കാലത്തുറങ്ങി ഉണർന്നപ്പോ നിന്റെ നാദമെല്ലാം എവിടെ കേട്ട് കഴിഞ്ഞാൽ ഒരു മലയാളി ട്യൂൺ ചെയ്തത് പോലെ ഇരിക്കും. അതാണ് ഈ രണ്ട് സിനിമ. വേറൊരു പ്രത്യേകത, ഈ രണ്ട് സിനിമ ഗാനം എഴുതിയേക്കുന്ന വയലാർ രാമവർമ്മയാണ്. വേറൊരു പ്രത്യേകത, രണ്ടിലും പ്രേംനസീറും ഷീലയുമാണ്. ഓ, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ? രണ്ടും പ്രേംനസീർ, ശരിയാ. ഓക്കെ. ഒരെണ്ണം പിന്നെ തിരിച്ചടി സംവിധാനം ചെയ്തേക്കുന്നത് അല്ല, തിരിച്ചടി കൃഷ്ണൻ നേര് സാറല്ലേ ചെയ്തേക്കുന്നത്? കുഞ്ചാക്കാണ്. കുടുംബമാണ് കൃഷ്ണൻ നേര് സാറല്ലേ? ഓക്കെ. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇതിനകത്ത്. മലയാളികൾ ആണ് ബാക്കി എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ അസാധ്യ കമ്പോസിങ് ആണ് ഈ പുള്ളിക്കാരൻ. ഇനി മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അതായത് നമ്മൾ 50 സംഗീതത്തിൻ്റെ 50 വർഷം ദേവരാജ മാസ്റ്റർ ആഘോഷിച്ചില്ലേ? അപ്പോൾ നടത്തിയ പ്രോഗ്രാം ഉണ്ടല്ലോ 3 ദിവസം. അപ്പോൾ സുദർശനം മാസ്റ്ററിൻ്റെ ലിസ്റ്റിൽ ഈ ഇന്ദുലേഖ എന്നുള്ള പാട്ട് വന്നിട്ടുണ്ട്. ഞാനാണ് അതെടുത്ത് വെച്ചത്. മാസ്റ്ററിന് ഈ പാട്ട് അറിയാമായിരുന്നു, മാസ്റ്റർ ഇഷ്ടമായത്. മാസ്റ്റർ പറഞ്ഞു എങ്കിൽ അതുകൂടെ വെക്ക്, നമ്മൾ മാസ്റ്റർ ഇതെടുത്ത് വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ട് വീണ്ടും അന്ന് വന്നതും എനിക്ക് ഇപ്പോഴും ഓർമ്മ. സുദർശനം മാസ്റ്റർ വന്നിട്ടില്ലായിരുന്നല്ലോ, ഓർക്കുന്നില്ല. അന്ന് ഞാൻ മധുവാക്കാണ് അതിൻ്റെ മെയിൻ ആൾക്കാരായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ വർഷങ്ങളാണ് ആ 50 ഇയേഴ്സിന്റെ പരിപാടി. അത് പറയാം, കുറെ സുദർശന മാസത്തിന്റെ ഈ 2 പാട്ടുകളും ഹിറ്റാണ്. ആതിരയ്ക്ക് ഒരു സംശയം കൂടെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ ചോദിക്കുകയായിരുന്നു. അതായത് നേരത്തെ സുദർശൻ മാസ്റ്ററുടെ അനിയനെ പറ്റി പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹം മലയാളത്തിൽ അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം തമിഴും തെലുങ്കൊക്കെ തന്നെയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് സോങ് ഈ ഇടയ്ക്ക് ഞാൻ ഇപ്പൊ ഈ നമ്മുടെ ഭക്തിഗാന സുധകളിലൊക്കെ ആളുകൾ പാടുന്ന കണ്ടിട്ടുണ്ട്. വേറെ രീതിയിലാണ്, വേറെ വരികളിൽ. അദ്ദേഹം പണ്ട് ചെയ്ത ഒരു 68 കാലഘട്ടം ചെയ്തൊരു പാട്ടാണ്. നാദസ്വരമേളത്തിലെ ദേവൻ നാദസ്വരമേളത്തിലെ തുളസിക്കതെന്നുള്ളിയെടുത്തു കണ്ണന്നൊരു മലയ്ക്കായി നാദസ്വരമേള. അത് പൊന്നും പൂവും എന്ന് പറഞ്ഞൊരു തമിഴ് ഫിലിം. ഈ സുദർശന മാസ്റ്ററിന്റെ അനുജൻ ഗോവർദ്ധന മാസ്റ്റർ ചെയ്ത ട്യൂണൊക്കെയാ. ആ ട്യൂണാണ് ഇപ്പൊ ഇത് വരുന്നത്. ഇത് ആരുടെ പേരിലാണെന്ന് അറിയില്ല. ഇതും വേറെ ആരുടെങ്കിലും പേരിലായിരിക്കും ചിലപ്പോ. ദേവരാജ മാസ്റ്റർ എന്ത് ചെയ്തു, ആ ട്യൂൺ വന്നപ്പോ മാസ്റ്റർ പറഞ്ഞു എന്റെ ട്യൂൺ അല്ല ഇത്, അദ്ദേഹത്തിനുള്ളതാണ്. ഈ ഗോവർദ്ധന മാസ്റ്ററിന്റെ ട്യൂൺ ഇപ്പൊ നമ്മളെല്ലാരും ഇവിടെ ഭക്തിഗാനക്കൊക്കെ ഇതൊക്കെ എല്ലാവരും പാടി നടക്കുന്നുണ്ട്. തുളസിക്കഥ ഫേമസ് ആണ്. പക്ഷേ ട്യൂണ് ഗോവർദ്ധന മാസ്റ്റർ പൊന്നും പൂവും എന്നുള്ള ഫിലിമിന് വേണ്ടി നാദസ്വരമേളത്തില് ദേവൻ വന്ന് പാടുകിன்றார் ദേവി വന്ന് ആടുகிறார் എന്നാണ് ആ പാട്ട്. അപ്പോ ഇന്ന് ദേവരാജൻ മാസ്റ്ററും സുദർശനൻ മാസ്റ്ററും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ നമ്മൾ കേട്ടു. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് രസകരമായ കൗതുകകരമായ കഥകൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ വരും എപ്പിസോഡുകളിൽ നമുക്ക് അത്തരം കഥകളുമായി കാണാം.